അപ്പോൾ 3 വയസ്സിലൊക്കെ നമ്മളൊരു കെനൈൻ പോലത്തെ കോമ്പൽ എന്ന് പറയും മലയാളത്തിൽ, ആ പല്ലൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ വയസ്സിലാണ് പിന്നീട് ആ പല്ല് മുളയ്ക്കുന്നത്. ഹായ് ഡോക്ടർ, ഞാൻ 2-3 ക്ലിനിക്കോടെ ഒരു ഹോസ്പിറ്റലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ പല്ലുവേദന വരുമ്പോൾ അവരുടെ പാരൻസ് മെയിനായി സ്ഥിരം പറയുന്ന ഡയലോഗ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു പോലുള്ള പല്ലല്ലോ ഡോക്ടറെ, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് കാര്യമുണ്ടോ, അതൊക്കെ എടുത്തു കളഞ്ഞാൽ പോരെ. അപ്പോൾ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് പാരൻസ് കുറേ പേര് ഇതിനെപ്പറ്റി അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അതായത് പാൽപ്പലാണെങ്കിലും അത് സംരക്ഷിക്കണം എന്ന് അവർ ചിന്തിക്കുന്നില്ല. അതിൻ്റെ താഴെ വരുന്ന നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾക്കാണ് പിന്നീട് ആ കേട് ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ മിക്ക പാരൻസും പറയാ, നല്ല പെയിനായിട്ട് പേഷ്യൻ്റ് വന്നാൽ, കുട്ടിക്ക് നല്ല പെയിനായിട്ട് വന്നാലും എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ മതി, മരുന്ന് കൊടുത്ത് മാറ്റിയാൽ മതി, ഇപ്പോൾ പൾപെക്ടമി അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യണ്ട, അതെന്തായാലും പറഞ്ഞു പോകാനല്ലേ ഉള്ളതല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോടെയാണ് പാരൻസ് വരുന്നത്. അത് വളരെ തെറ്റാണ്. അതായത് 3 വയസ്സിലൊന്നും ഒരു കുട്ടിയുടെ പല്ലും പറഞ്ഞു പോവില്ല. 3 വയസ്സുള്ള പേഷ്യൻസാണ് നമുക്കിവിടെ ഏറ്റവും ചെറിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 3 വയസ്സിലൊക്കെ നമ്മളൊരു കെനൈൻ പോലത്തെ കോമ്പൽ എന്ന് പറയും മലയാളത്തിൽ, ആ പല്ലൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ വയസ്സിലാണ് പിന്നീട് ആ പല്ല് മുളയ്ക്കുന്നത്, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള. അപ്പോൾ 3 വയസ്സ് മുതൽ 9 വയസ്സ് വരെ, അതായത് ഒരു 6 വർഷം ഈ പല്ലില്ലാതെ കുട്ടി നടക്കേണ്ടി വരും. അതായത് ആ ഗ്യാപ്പ് അവിടെ തന്നെ വെച്ചുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പല്ല് ഒരു 6-7 വയസ്സാകുമ്പോൾ വരും. അപ്പോൾ അത് എന്താ പറയുക, ആ ഉള്ള സ്പേസ് ഏറ്റവും അവസാനം വരുന്ന പല്ലാണ് ഈ കോമ്പല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലൊക്കെ ഓൾറെഡി മുളച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഈ ഉള്ള സ്പേസിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് അത് അവസാനം അത് അടയും. പിന്നെ ഈ വരുന്ന കോമ്പലിന് വരാൻ, കെനൈന് വരാൻ സ്ഥലമില്ലാതെ അത് മോളിൽ കൂടെയോ ബാക്കിൽ കൂടെയോ ചിലപ്പോൾ അത് വരാതെ തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടിക്ക് അത് പിന്നെയും ട്രീറ്റ്മെൻറ്റ്സിന് പൈസ ചിലവാക്കുകയും ഓർത്തോ ചെയ്യുക അല്ലെങ്കിൽ സർജിക്കലി അത് പുറത്തെടുക്കുക, പിന്നെയും കുട്ടി ഈ ട്രോമയിൽ കൂടെയും പൈസ ചിലവാക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പീഡിയോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ പല്ല് വേദന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേടായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു പോകേണ്ട പല്ലല്ല, അത് കുറച്ച് നാളും കൂടി, കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കും, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പല്ല് പറിച്ച് കളഞ്ഞ് പണി എളുപ്പമാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ കൂടുതലും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണോ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ പീഡിയോഡോണ്ടിസ്റ്റ് പറയുന്നത്, എന്താണോ പ്രൊഫഷണൽസ് പറയുന്നത്, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക.